شوقي فاضت شافته للأمة قد كان منى أن يلقاهم فأحبتهم من صدقه وما رأى أن يلقاهم فأحبتهم من صدقه وما رأى والصحابة يسألون ومن الإخوان الباقون هلسنا نحن المصطفى فكان الرد ما معنا أنتم أصحابي الأبرار وهم الإخوان الأخيار بيض غر كالأطيار وجه حلو ما أندى وجه حلو ما أندى. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الذي هو الظاهر بالكرم مجده الباسط بالجود يده الذي لا تنقص خزائنه. സ്നേഹസമ്പന്നരായ പരിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, ഇന്ന് നമുക്ക് സൂറത്ത് മുഹമ്മദിൻ്റെ തുടർച്ചയെന്നോണം 31-ാമത്തെ ആയത്തിനെ സംബന്ധിച്ചാണ് പഠിക്കാനുള്ളത്. ആദ്യം അതിൻ്റെ പാരായണം ഒന്ന് ശ്രവിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലനബ്ലുവന്നകും ഹത്താ നഅലമൽ മുജാഹിദീൻ حتى نعلم المجاهدين منكم والصابرين ونبلو أخباركم. ഒരിക്കൽ കൂടെ, ولنبلونكم حتى نعلم المجاهدين منكم والصابرين ونبلو أخباركم. വാക്കർത്ഥങ്ങൾ: വലനബുലുവന്നക്കും, നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഹത്ത, ഏതുവരെ? നഅലമൽ മുജാഹിദീന മിൻകും, നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടുന്നവരെ തിരിച്ചറിയുന്നതുവരെ. വസ്വാബിരീൻ, ക്ഷമ കൈക്കൊള്ളുന്നവരെയും. വനബുലുവ അഖ്ബാറക്കും, നിങ്ങളുടെ വർത്തമാനങ്ങൾ പരിശോധിച്ചു നോക്കുന്നതുവരെ ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. പൂർണ്ണമായി അർത്ഥം പറഞ്ഞാൽ, നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടുന്നവരെയും ക്ഷമ കൈക്കൊള്ളുന്നവരെയും നാം തിരിച്ചറിയുകയും നിങ്ങളുടെ വർത്തമാനങ്ങൾ നാം പരിശോധിച്ചു നോക്കുകയും ചെയ്യുന്നതുവരെ നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഈ ആയത്തിൽ അള്ളാഹു അവൻ്റെ അടിമയെ പരീക്ഷിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പരീക്ഷണമായ ജിഹാദിനെ പറ്റിയാണ്, യുദ്ധത്തെപ്പറ്റിയാണ് പ്രസ്താവിക്കുന്നത്. അഅ്ലമുൽ ഇംതിഹാനി യംതഹിനു ബിഹി ഇബാദഹു, അവൻ്റെ അടിമയെ പരീക്ഷിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പരീക്ഷണം. വഹുവൽ ജിഹാദു ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുക എന്ന ഒരു ഹുക്കുമ് നൽകിക്കൊണ്ടുള്ള ജിഹാദിൽ പങ്കെടുക്കണമെന്ന് പറയുന്നതിലൂടെ അള്ളാഹു നടത്തുന്ന പരീക്ഷണമാണ് ഏറ്റവും വലിയ പരീക്ഷണം. ഇതിൻ്റെ ആദ്യ ഭാഗത്ത് വലനബുലുവന്നക്കും, ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞാൽ, വല്ലാഹി, അള്ളാഹുവാണ് സത്യം, ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. സത്യം, അള്ളാഹു സ്വന്തത്തിൽ സത്യം ചെയ്തുകൊണ്ട് പറയുന്നതാണ് വലനബുലുവന്നക്കും. എന്താണ് നിങ്ങളെ പരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ, എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ പരീക്ഷണം? അതാണ് ഐ വലനഖ്തബിറന്നക്കും ബിൽ അവാമിരി വന്നവാഹി, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ, അള്ളാഹുവിൻ്റെ വിരോധനങ്ങൾ, ഇതൊക്കെ നൽകിക്കൊണ്ട്, അമ്രുകളും നഹിയുകളും നൽകിക്കൊണ്ട്, കൽപ്പന നിരോധനങ്ങൾ നൽകിക്കൊണ്ട് അവൻ മനുഷ്യരെ, അവൻ്റെ അടിമകളെ പരീക്ഷിക്കും. അപ്പോൾ അവിടെ ആ പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ
ആർക്കൊക്കെ ഈമാനും ക്ഷമയുമുണ്ട് എന്ന് അള്ളാഹുവിന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു പരീക്ഷണം ഏറ്റുവാങ്ങുമ്പോൾ, ഒരു പരീക്ഷണം നേരിടുമ്പോൾ ആ വിശ്വാസി എന്ത് സംസാരിക്കും, എന്താണ് അവൻ്റെ പ്രതികരണ ഭാഷ എന്നുകൂടെ അള്ളാഹു നോക്കും. അതാണ് വനബുലുവ അഖ്ബാറക്കും, ഞാൻ നിങ്ങളുടെ വൃത്താന്തത്തെ, ഖബറുകളെ, സംസാരത്തെ പരീക്ഷിക്കുമെന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഇവിടെ മുനാഫിക്കുകൾ ആദ്യം അവരോട്, വിശ്വാസികളോടും എല്ലാവരോടുമായി കൊണ്ട് യുദ്ധത്തിലേക്ക് പുറപ്പെടണമെന്ന് പറഞ്ഞപ്പോൾ വിശ്വാസികൾ വിട്ടുനിന്നു. അതിൻ്റെ കാരണം അവർക്ക് യുദ്ധം അസഹ്യമായിരുന്നു. യുദ്ധത്തിലേക്ക് പുറപ്പെടാൻ അവർക്ക് സാധിച്ചില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചാണ്, ആ ജിഹാദിനെ പറ്റി തന്നെയാണ് അള്ളാഹു വീണ്ടും ഇവിടെ ഉണർത്തുന്നത്. ഇനി ജിഹാദ് എന്ന പദം മുജാഹിദീങ്ങളെ പരീക്ഷിക്കുമെന്നാണല്ലോ. അപ്പോൾ ജിഹാദ്, ജാഹദ യുജാഹിദു മുജാഹിദുൻ, ജാഹദ എന്ന ക്രിയയുടെ കർത്തൃരൂപമാണ്, ഇസ്മു ഫായിലാണ് മുജാഹിദ്. മുജാഹിദ് എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യുന്നവർ, ധർമ്മസമരം പരമാവധി നടത്തുന്നവർ, പരമാവധി പരിശ്രമിക്കുന്നവർ എന്നൊക്കെയാണ് മുജാഹിദ് എന്ന പദത്തിൻ്റെ അർത്ഥം. ഒരാളുടെ ശരീരം കൊണ്ടും അവൻ്റെ ധനം കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നടത്തപ്പെടുന്ന എല്ലാ ത്യാഗപരിശ്രമങ്ങൾക്കും ധർമ്മസമരങ്ങൾക്കും ജിഹാദ് എന്ന് പറയാറുണ്ട്. അപ്പോൾ മുജാഹിദ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ അവൻ്റെ എല്ലാം കൊണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടുന്നവനാണ്, പൊരുതുന്നവനാണ്, പരിശ്രമങ്ങൾ നടത്തുന്നവനാണ് മുജാഹിദ്. അപ്പോൾ ആരൊക്കെയാണ് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ക്ഷമാശീലരായിക്കൊണ്ട് മുജാഹിദുകളാവുക എന്നാണ് എൻ്റെ പരീക്ഷണം. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രധാനമായും യുദ്ധം എന്ന ഇബാദത്ത് അത് നിയമമാക്കുമ്പോൾ, യുദ്ധം ചെയ്യണമെന്ന് പറയുമ്പോൾ ആരാണ് അള്ളാഹുവിൻ്റെ ഈ നിയമത്തെ അനുസരിച്ചുകൊണ്ട് യുദ്ധം ചെയ്യാൻ തയ്യാറാകുന്നത്? അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് അവൻ്റെ ദീനിനു വേണ്ടി കലിമത്തു തൗഹീദായ, കലിമത്തുൽ ഉല്യയായ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉയർന്ന് കേൾക്കാൻ വേണ്ടി ആഗ്രഹിച്ച് ആരാണ് യുദ്ധം ചെയ്യാൻ ഒരുങ്ങുന്നത് എന്നാണ് അള്ളാഹു പരീക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെ യുദ്ധം ചെയ്യുന്നവരാണ് യഥാർത്ഥ മുഅ്മിൻ. അതല്ലാതെ വാചോടാപങ്ങൾ നടത്തി അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ആളുകളായിക്കൊണ്ട് ചമഞ്ഞ്, എന്നാൽ യഥാർത്ഥത്തിൽ തടിക്ക് പിടിക്കുന്ന രൂപത്തിലുള്ള ഇത്തരം ഇബാദത്തുകൾ നിയമമാക്കപ്പെടുമ്പോൾ മെല്ലെ ഒഴിഞ്ഞു മാറുന്നവരല്ല മുഅ്മിൻ. അവൻ യഥാർത്ഥ കപടവിശ്വാസിയാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചത്. അതേപോലെ തന്നെ ഇതിൻ്റെ അവസാനത്തെ ഭാഗം, നിങ്ങളുടെ സംസാരത്തെ വനബുലുവ അഖ്ബാറക്കും, നിങ്ങളുടെ സംസാരത്തെ, നിങ്ങളുടെ വൃത്താന്തങ്ങളെ ഞാൻ പരീക്ഷിക്കുമെന്ന് പറഞ്ഞാൽ യുദ്ധമെന്ന ഒരു വലിയ ഇബാദത്ത്, ഒരു വലിയ നിയമം, അതിലേക്ക് പുറപ്പെടണം, അത് ചെയ്യണം, അതിലേക്ക് എല്ലാവരും ഒരുങ്ങണമെന്ന് പറയുമ്പോൾ അത് ആർക്കൊക്കെയാണ് അസഹ്യമായത് എന്ന് അവരുടെ സംസാരങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അപ്പോൾ ആ യുദ്ധം നിയമമാക്കപ്പെടുമ്പോൾ എന്താണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്നും ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ വ്യക്തമാക്കുന്നത്. അപ്പോൾ യുദ്ധത്തിന് പോകുന്നവരെയും യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞവരെ പറ്റിയും പൂർണ്ണമായി അള്ളാഹുവിനറിയും. അത് അള്ളാഹു നോക്കുകയാണ്. ഇവിടെ നിങ്ങളുടെ വാർത്തകൾ, നിങ്ങളുടെ സംസാരങ്ങളെ ഞാൻ പരീക്ഷിക്കും എന്ന് പറഞ്ഞത് യുദ്ധത്തെപ്പറ്റിയാണെങ്കിലും അവിടുത്തെ പ്രയോഗം ആമാണ്. അതുകൊണ്ട് തന്നെ ഏത് വലിയ പരീക്ഷണങ്ങൾ ഒരു വിശ്വാസി നേരിടുമ്പോഴും അവൻ്റെ വാക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ ആ പരീക്ഷണം നേരിടുമ്പോൾ എന്തു വാക്കാണ് അവൻ ഉച്ചരിക്കുന്നത്, എന്താണ് അവൻ സംസാരിക്കുന്നത് എന്ന് അള്ളാഹു പ്രത്യേകം ശ്രദ്ധിക്കുമെന്നാണ്. അതറിയിക്കുന്ന ഒരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് നാം ഇവിടെ സ്മരിക്കേണ്ടതുണ്ട്. മഹാനായ അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയും അൽബാനി അദ്ദേഹം തൻ്റെ ഗ്രന്ഥങ്ങളിൽ കൊണ്ടുവരികയും ചെയ്ത ഒരു ഹദീസ്. അതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇദാ മാത വലദുൽ അബ്ദിൽ മുഅ്മിൻ, അള്ളാഹുവിൻ്റെ മുഅ്മിനായ ഒരു അടിമ, ആ അടിമയുടെ ഒരു മകൻ മരണപ്പെട്ടു
എങ്കിൽ ഖാലല്ലാഹു ലിൽ മലായിക, മലക്കുകളോട് അള്ളാഹു ചോദിക്കും, ഖബൽതും വലദ അബ്ദി, എൻ്റെ അടിമയുടെ മകനെ നിങ്ങൾ പിടിച്ചുവോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവൻ്റെ റൂഹിനെ ഏറ്റെടുത്തോ? ഖാലൂ നഅം, ആ മലക്കുകൾ പറയും അതെ. അപ്പോൾ അള്ളാഹു ചോദിക്കും, ഖബൽതും സമ്രത ഫുആദിഹി, ആ അടിമയുടെ ഹൃദയം കൊണ്ടാണല്ലോ നിങ്ങൾ വന്നത്, ആ അടിമയുടെ ഹൃദയമാണല്ലോ നിങ്ങൾ പിടിച്ചത്. ഖാലൂ നഅം, അപ്പോൾ മലക്കുകൾ പറയും അതെ. വീണ്ടും അള്ളാഹു ചോദിക്കും, ഫമാ ഖാൽ, എൻ്റെ അടിമയുടെ മകൻ്റെ റൂഹിനെ പിടിച്ചപ്പോൾ എൻ്റെ അടിമ എന്താണ് പറഞ്ഞത്? അതാണ് ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത്. ഒരു പരീക്ഷണമേൽക്കുമ്പോൾ, ഒരു പരീക്ഷണം നേരിടുമ്പോൾ ആ പരീക്ഷണത്തിൽ ആ മനുഷ്യൻ എന്തു പറയുമെന്ന് അള്ളാഹു ശ്രദ്ധിക്കും. അപ്പോൾ അള്ളാഹു അതാണ് ഇവിടെ ചോദിക്കുന്നത്. ഫമാ ഖാൽ, ആ അടിമയുടെ മകൻ മരണപ്പെട്ടു എന്ന വാർത്ത ആ അടിമ അറിഞ്ഞപ്പോൾ, വിശ്വാസിയായ അള്ളാഹുവിൻ്റെ അടിമ അറിഞ്ഞപ്പോൾ ഫമാ ഖാൽ, എന്താണ് പറഞ്ഞത്? ഖാലു, മലക്കുകൾ പറഞ്ഞു, ഇസ്തർജഅ, അള്ളാഹുവേ, നിൻ്റെ ആ അടിമ, അവൻ്റെ മകൻ മരണപ്പെട്ടു എന്ന വാർത്ത കേട്ടപ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാണ് ഉരുവിട്ടത്. വ ഹമിദക, മാത്രവുമല്ല നിന്നെ സ്തുതിക്കുകയും ചെയ്തു. കാരണം എൻ്റെ മകന് റൂഹ് നൽകിയത് അള്ളാഹുവാണ്. ആ റൂഹ് അള്ളാഹു തിരിച്ചെടുത്തു. അത് അള്ളാഹുവിൻ്റെ ഖദറാണ്. അതിൽ ഞാൻ ക്ഷമിക്കുകയും സ്തുതിക്കുകയും വേണമെന്ന തിരിച്ചറിവോടുകൂടെ ആ മനുഷ്യൻ ഇസ്തിർജാ ചൊല്ലുകയും അള്ളാഹുവിൽ സ്തുതികളർപ്പിക്കുകയും ഹംദ് ചൊല്ലുകയും ചെയ്തു. ഉടനെ തന്നെ അള്ളാഹു മലക്കുകളോട് പറയുന്നുണ്ട്, ഇബ്നു ലഹു ബൈതൻ ഫിൽ ജന്ന, നിങ്ങൾ അവനു വേണ്ടി സ്വർഗത്തിലൊരു വീട് തന്നെ പണിതു നൽകുക. വസമ്മൂഹു ബൈത്തൽ ഹംദ്, ആ വീടിന് നിങ്ങൾ ഹംദിൻ്റെ വീട് എന്നുകൂടെ പേരുവെക്കൂ എന്നാണ്. അപ്പോൾ നോക്കൂ പ്രിയപ്പെട്ടവരെ, ഒരു മകൻ മരണപ്പെടുക എന്നത് ഒരു മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അസഹ്യമാണ്. പക്ഷേ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഇത് അള്ളാഹുവിൻ്റെ നിയമമാണ്, അള്ളാഹുവിൻ്റെ ഖളാ ഖദർ തന്നെയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഹംദ് ചൊല്ലിയാൽ, ഇസ്തിർജാ ചൊല്ലിയാൽ അവനു വേണ്ടി പ്രത്യേകമായ ഒരു ഭവനം അള്ളാഹു ഒരുക്കുമെന്നാണെങ്കിൽ, നമ്മൾ നേരിടുന്ന ഓരോ പരീക്ഷണങ്ങളിലും നമ്മൾ എന്ത് വാക്കാണ് പറയുന്നത്? നന്ദികേടിൻ്റെ വാക്കാണോ? അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഖദർ ഉൾക്കൊണ്ടുകൊണ്ടുള്ള നന്ദിയുള്ള സംസാരമാണോ എന്നൊക്കെ അള്ളാഹു പരിശോധിക്കും, പരീക്ഷിക്കുമെന്നു കൂടെ നാം ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി നോക്കൂ നിങ്ങൾ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിഭിന്നങ്ങളായ വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങൾ ഈ ദുനിയാവിൽ നിന്നും ഏറ്റുവാങ്ങേണ്ടി വരും. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൻ്റെ വ്യത്യസ്തങ്ങളായ ആയത്തുകളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ആയത്തിൽ ഒരു യുദ്ധം നൽകിക്കൊണ്ട് ആ യുദ്ധത്തിൽ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് അള്ളാഹു കൽപ്പിച്ചതാണല്ലോ എന്ന് വിചാരിച്ച് ക്ഷമാശീലരായിക്കൊണ്ട് ജിഹാദ് ചെയ്യുന്നവരായിക്കൊണ്ട് ആരാണോ പുറപ്പെടുന്നത് എന്ന് ഞാൻ പരീക്ഷിക്കുമെന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇബാദത്തുകളുടെ പരീക്ഷണം ഉണ്ടാകും. അതുപോലെ തന്നെ പേടി നൽകിക്കൊണ്ടുള്ള പരീക്ഷണം, വിശപ്പ് നൽകിക്കൊണ്ടുള്ള പരീക്ഷണം, ആളുകളുടെയും സമ്പത്തിൻ്റെയും നഷ്ടം, അതുപോലെ തന്നെ വിഭവങ്ങളുടെയും നഷ്ടം നൽകിക്കൊണ്ടുള്ള പരീക്ഷണം, അങ്ങനെ വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങേണ്ടവരാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നവർ. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയുടെ 155 ആയത്തിൽ ഈ കാര്യം ഉണർത്തുന്നുണ്ട്. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സി മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. വലനബ്ലുവന്നകും, വല്ലാഹി ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ബിശൈഇൻ മിനൽ ഖൗഫ്, കുറച്ചൊക്കെ ഭയം കൊണ്ട്, വൽ ജൂഇ പട്ടിണി കൊണ്ട്, വനഖ്സി മിനൽ അംവാൽ ധനനഷ്ടം കൊണ്ട്, വൽ അൻഫുസി ജീവനഷ്ടം കൊണ്ട്, വസ്സമറാത്ത് വിഭവനഷ്ടം കൊണ്ട്, വബശ്ശിരി സ്വാബിരീൻ എന്നിവ മുഖേന നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. വബശ്ശിരി സ്വാബിരീൻ, ആ സന്ദർഭത്തിൽ ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക. അപ്പോൾ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ നന്ദികേടല്ല നമ്മൾ കാണിക്കേണ്ടത്. ഈ ദുനിയാവ് തന്നെ ദാറുൽ ബല ആണ്, പരീക്ഷണത്തിൻ്റെ ലോകമാണ്. അപ്പോൾ പരീക്ഷണങ്ങൾ വ്യത്യസ്തങ്ങളായി നമ്മൾ പിടികൂടുമ്പോൾ അതിൽ ക്ഷമിച്ചുകൊണ്ട് ഇന്നമ അൽ ഉസ്രി യുസ്റ, ഒരു പ്രയാസത്തിൻ്റെ കൂടെ ഒരു എളുപ്പമുണ്ടാകും. ഒരു കയറ്റത്തിന് ഒരു ഇറക്കമുള്ളതുപോലെ, ഒരു
പ്രയാസം നമ്മൾ നേരിടുമ്പോൾ അതിൻ്റേതായ ഒരു സുഖം, ഒരു എളുപ്പം അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ തരുമെന്ന നിശ്ചയദാർഢ്യം, ആ ഒരു ഉറച്ച വിശ്വാസം അത് നമുക്കുണ്ടാവുകയും ക്ഷമയോടുകൂടെ പ്രതീക്ഷയറ്റവരാകാത്തവരായി പ്രതീക്ഷയോടുകൂടെ നമുക്ക് മുന്നേറാൻ സാധിക്കണം. അങ്ങനെയെങ്കിൽ അവർക്കാണ് സന്തോഷവാർത്ത, അവർക്കാണ് സ്വർഗമുള്ളത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിലൂടെയൊക്കെ നമ്മെ പഠിപ്പിക്കുന്നതും. ഏതായിരുന്നാലും അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ നേരിടുമ്പോൾ അതിൽ ക്ഷമിച്ചുകൊണ്ട് നല്ല വാക്ക് സംസാരിക്കാൻ, അത് സ്വീകരിക്കാൻ, ഉൾക്കൊള്ളാൻ, അംഗീകരിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ അള്ളാഹു നമ്മെപ്പറ്റി തൃപ്തനാകുമെന്ന് നാം തിരിച്ചറിയുകയും ഇനി ഇതിനേക്കാൾ നല്ല ഒരു എളുപ്പം അള്ളാഹു നമുക്കോരോരുത്തർക്കും നൽകുമെന്ന നിശ്ചയദാർഢ്യത്തോടുകൂടെ, നിശ്ചയബോധ്യത്തോടുകൂടെ ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എപ്പോഴും നല്ല പ്രതീക്ഷയോടുകൂടെ ജീവിക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പറ്റി നല്ല രൂപത്തിൽ ചിന്തിക്കുക. എങ്കിൽ അതുപോലെയാണ് അള്ളാഹു ആ ചിന്തിക്കുന്നവന് എന്നൊക്കെ ഹദീസുകളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിച്ച് ജീവിക്കുന്ന ഭാഗ്യവാന്മാരിൽ, സജ്ജനങ്ങളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ അറിയാനും പഠിക്കാനും അതിലൊക്കെ ഉപരി നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.